ഹലോ ഗായ്സ്, എൻ്റെ പേര് ആസിം അഹമ്മദ്. ഇതെൻ്റെ ഒരു പുതിയ ഗെയിമിംഗ് ചാനൽ ആണ്. എന്നെ കുറേ വലിയ ആൾക്കാർ ഇങ്ങനെ കുറേ ആൾക്കാർ ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇട്ട് വലിയ ആൾക്കാരൊക്കെ ആയി കണ്ട് ഇൻസ്പയർ ആയി വന്നതാണ് ഞാൻ. അപ്പോൾ ഇതെൻ്റെ പുതിയൊരു കൊച്ചു ഗെയിമിംഗ് ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നന്ദി. അപ്പോൾ ഇത് മെയിൻലി ഫ്രീ ഫയറിൻ്റെ ചാനലായിരിക്കും, ഗെയിമിങ്ങിൻ്റെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ട്. ഒരു മിനിറ്റ്, അതൊന്ന് ക്ലെയിം ചെയ്തേക്കട്ടെ. ഇതാണ് എൻ്റെ ഗിൽഡ്. ഇതെൻ്റെ ചെറിയൊരു അക്കൗണ്ട്. പിന്നെ ഇന്ന് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ അക്കൗണ്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ അത്ര ഒരു ഇതുള്ളൂ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പിന്നെ ടോപ്പ് അപ്പ് പ്ലെയർ ഒന്നുമല്ല എല്ലാവരെയും പോലെ. ഞാൻ ജസ്റ്റ് ഒരു നോർമൽ പ്ലെയർ, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടാവും വലിയ ഹെഡ് ഷോട്ട് പ്ലെയർ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന്. സത്യം പറയണേ, എനിക്ക് ഹെഡ് ഷോട്ട് അറിയില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ലക്കിന് ഞാൻ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഹെഡ് ഷോട്ട് വരുമെന്നല്ലാതെ അങ്ങനെ എനിക്ക് ഹെഡ് ഷോട്ടിൻ്റെ വലിയ ഹെഡ് ഷോട്ടിൻ്റെ ആൾക്കാരില്ലേ, അതുപോലെ ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ബോഡി ഷോട്ട് പ്ലെയർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഇവനെ ഞാൻ ഇന്ന് തീർന്ന് പോയി പൊട്ടി. അവൻ ആ സൈഡിൽ കൂടി വരാൻ നല്ല ചാൻസ് ഉണ്ട്. മെഡ് അടിക്കട്ടെ. അതാ പോയടാ. എൻ്റെ മോനെ ഹെഡ് അടിച്ചെന്ന് തോന്നുന്നു, 1 ടാപ്പ് അടിച്ചെന്ന് തോന്നുന്നല്ലേ. എൻ്റെ റാങ്ക് പറയുകയാണെങ്കിൽ BR റാങ്ക്ഡിൽ ഞാൻ റോഡ് ടു ഹീറോയ്ക്കാണ് ഇപ്പോൾ പ്ലാറ്റിനം ആയിട്ടുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ കുറേ നാൾ കളിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പോൾ CS ഞാനിപ്പോൾ എലൈറ്റ് ഹീറോയ്ക്കാണ്. അങ്ങനെ മാസ്റ്റർ ആവാനുള്ള ആഗ്രഹമുണ്ട്. ഇവൻ ഏതെങ്കിലും ഹാക്കറാണെന്നോ? ഒറ്റ അടിയിൽ എന്നെ തീർക്കണല്ലോ. ഇത് ശരിയാവൂല. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. വെയിറ്റ്, ഏത് കണ്ണെടുക്കാം? MP5 എടുക്കാം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഒരു ചെറിയൊരു. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഒരു 5K ആവാനാ എൻ്റെ ആഗ്രഹം. തീർക്ക്. ഞാൻ എന്താ അറിയില്ല, വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണോന്നറിയില്ല, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നോണ്ടാണോന്നറിയില്ല, എനിക്ക് മര്യാദക്കുള്ള കളി ഇങ്ങോട്ട് വന്നില്ല. തോറ്റുവിന് അടിയൊന്നും എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടോ? എന്തൊരു മര്യാദക്കുള്ള ഷൂട്ടിംഗ് ഒന്നും വന്നില്ല. റെക്കോർഡിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജസ്റ്റിനാ പോയ ഇവൻ. പിന്നെ ഇമോട്ടില്ല, എനിക്ക് ഇമോട്ട് കുറവാണ്. ഫ്രീ ഇമോട്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ബണ്ടിൽസും എനിക്ക് ഫ്രീൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോപ്പപ്പ് പ്ലെയറേ അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വട്ടം പോലും ടോപ്പപ്പ് ചെയ്തിട്ടില്ല. കാരണം ടോപ്പപ്പ് ചെയ്യണ വെറുതെ, എനിക്ക് അങ്ങനെ ടോപ്പപ്പ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ്. എന്ത് പറ്റി എനിക്ക്? ഹെഡിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് റൗണ്ടാ, ശരിയായില്ല. ഇവിടെ എൻ്റെ പൊട്ടിച്ചാമ്പല.
അങ്ങനെ വിട്ടാൽ ശരിയാവൂലല്ലോ. അങ്ങനെ വിടാൻ പറ്റൂല. ഒരു ലോൺ വുൾഫെങ്കിലും കളിച്ച് ജയിക്കണം. മാനക്കേടാ എനിക്ക്. ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ ഇങ്ങനെ തോറ്റ് തൊപ്പിയിടണ കണ്ട. അയ്യോ, വേഗം വാ. തോക്കല്ലേ പുന്നാര മോനെ. ആദ്യത്തെ വീഡിയോ തന്നെ. ഹെഡിന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും. കിട്ടിയില്ല. എല്ലാരും ചിലവർ പറയുന്നുണ്ട് ഓ കിട്ടി. എൻ്റെ ലക്കിന് കിട്ടി. ചിലവർ പറയണ്ടേ ഈ ഹെഡ് ഷോട്ട് അടിക്കണമെങ്കിൽ അതിന് കസ്റ്റമായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്. എന്താ എനിക്കറിയില്ല. അതിനൊരു സെറ്റിങ്സ് ഉണ്ടെന്ന് കണ്ടത്. അയ്യോ, ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഹെഡ് ഷോട്ട്. ഓ പൊളി. ഫസ്റ്റ് വീഡിയോ തന്നെ ലക്കുണ്ട്. ഹെഡ് ഷോട്ടിന് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഹെഡ് ഷോട്ടിന് അങ്ങനെ കസ്റ്റം സെറ്റിങ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണേ. അതായത് ഹെഡ് ഷോട്ടിന് അങ്ങനെ കസ്റ്റം സെറ്റിങ്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറയണേ. ഹെഡ് അടിക്കാൻ നോക്കട്ടെ. മിക്കവാറും ഇത് പൊട്ടും. പറഞ്ഞില്ല. സാരല്ല, നെക്സ്റ്റ് മാച്ച് പിടിക്കാം. പോരട്ടെ. ഞാൻ വലിയ അഹങ്കാരമുള്ള അങ്ങനത്തെ പ്ലെയേഴ്സ് അല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് എൻ്റെ കൂടെ ഫ്രണ്ട് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ ഇട്ടാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കാം. അതും ലക്കിനാണ് കിട്ടിയത്. എങ്ങനെ അറിയില്ല, അതും ലക്കിനാണ്. ലക്ക്. അയ്യോ, ഹെഡ് ഷോട്ട് അല്ല കേട്ടോ, ബോഡി ഷോട്ട്. എന്താ അറിയില്ല, നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയതായിരിക്കും. അവരവിടെ നിൽക്കായിരുന്നു. എന്തേലും ആവട്ടെ, നമ്മൾ വെറുതെ വിടൂല. ഓഫ് 3 റൗണ്ടിനുള്ളിൽ 1071 ഡാമേജ് ആയി. പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ എനിക്കങ്ങനെ ഗൺ സ്കിന് ഇല്ല. എന്നുവെച്ചാൽ ഗൺ സ്കിന് ഫ്രീ ഉണ്ട്, അല്ലാണ്ട് എവോ ഒന്നുമില്ല. അതുകൊണ്ട് എവോ ഗണ്ണൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ അത്ര വലിയ പ്ലെയർ ഒന്നുമല്ല. ഞാൻ ഒരു ആവറേജ്. കണ്ടോ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. എനിക്ക് ഗിൽഡ് ഉണ്ട്, ഗിൽഡിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണം എൻ്റെ റാങ്കിലും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ഗിൽഡ് വാറിലൊക്കെ പോകണ്ടേ. നമ്മുടെ ഗിൽഡ് ഒരു ദിവസം പൊങ്ങി വരണ്ടേ. അപ്പോൾ നമ്മൾ അതിലുള്ള ശ്രമത്തിലാണ്. ഞാൻ പിന്നെ എന്നെ ഇപ്പോൾ ചില മാച്ചിൽ നമ്മുടെ ചില ഓപ്പണൻസ് നമ്മളെ മറ്റേ ഇതിട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്യൂലേ, ഇമോട്ടൊക്കെ ഇട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്യൂലേ. അങ്ങനെയാണെങ്കിൽ മാത്രം തിരിച്ച് എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിലുള്ള ചെറിയ ഇമോട്ട്സ് ഇടുമെന്നുള്ളൂ. ഇത് എൻ്റെ ഫ്രണ്ട് സ്പെക്റ്റേറ്റ് ചെയ്യുന്ന രംഗ. അവൻ ചിലപ്പോൾ എനിക്ക് മാച്ച് റിക്വസ്റ്റ് ഇടും. അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമോ, കാരണം ഈ വീഡിയോ കഴിഞ്ഞ് എനിക്ക് പോകണം. കിട്ടാൻ നോക്കാം. നേരത്തെ ലക്ക് എപ്പോഴും ഉണ്ടാകാൻ നോക്കാം.
മേടിക്കട്ടെ. അടി അടി. നമ്മളെ റിവെഞ്ച് അടിച്ച് എങ്ങനെയും ജയിക്കണം. വരൂ വരൂ എൻ കൂട്ടുകാരാ. പിന്നെ അത് കണ്ടോ? എന്റെ വിഷയം. ഞാൻ മറ്റേ പ്ലേയേഴ്സിനെ പോലെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഹെഡ് ഷോട്ടിന്റെ കാര്യത്തില്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഞാൻ ഇടക്കൊക്കെ ഹെഡ് ഷോട്ട് അടിച്ചാൽ അതിന്റെ സന്തോഷം എനിക്കാണ്. ഭയങ്കര സന്തോഷം എനിക്ക്. ഇതെന്റെ ഫ്രണ്ട്. അതൊന്ന് പറഞ്ഞേക്കാം അവനോട്. അത് മോശമല്ലേ? അയ്യോ സ്റ്റാർട്ട് ചെയ്യല്ലേ ബ്രോ. After some time. ഈ മെസ്സേജ് ഇട്ട് മാറിപ്പോയി ഗൈസ്. ഇതിലാണ് ഇട്ടുണ്ട് ബ്രോ. ഞാൻ പിന്നെ കുറച്ച് ധൃതി പിടിക്കണ. എനിക്ക് രാത്രി ഇപ്പൊ നൈറ്റാണ്. അപ്പോൾ കളിയുണ്ട് പുറത്ത് ഫുട്ബോള്. ഞാൻ ഫുട്ബോളും കളിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം വെയിറ്റ് ചെയ്യാണ്. ഇപ്പം മസ്ജിദിൽ പ്രെയർ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രെയറിന് പോകണം. ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാം പറ്റണവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് ഈ ചാനലൊന്ന് എൻ്റെ കൂടെ വലുതാക്കി ഈ കുഞ്ഞനിയനെ സപ്പോർട്ട് ചെയ്യണേ. പരമാവധി ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നുമില്ല. ശരി എന്നാൽ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.